ഉപഭോക്താക്കളെയും വിപണിയെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിൽ ചരക്കു സേവന നികുതിയിലും എക്സൈസ് തീരുവയിലും വരുത്തിയ വൻ പരിഷ്കാരങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇതോടെ സിഗരറ്റ് വിപണിയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വിലക്കയറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ച കർശനമായ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഈ നികുതി വർധനവ് നടപ്പിലാക്കുന്നത്. ഓരോ സിഗരറ്റിന്റെയും നീളം കണക്കാക്കി നികുതി സ്ലാബുകളിൽ വരുത്തിയ മാറ്റം സാധാരണക്കാരായ ഉപഭോക്താക്കളെയും പ്രീമിയം ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നവരെയും ഒരുപോലെ ബാധിക്കും. ഏകദേശം 15% മുതൽ 30% വരെ വില വർധനമാണ് നാളെ മുതൽ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. സിഗരറ്റ് പാക്കറ്റുകൾക്ക് മേലുള്ള ഈ അധിക ബാധ്യത ചില്ലറ വിൽപ്പന രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. സാധാരണക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന 69 mm, 74 mm വിഭാഗത്തിലുള്ള സിഗരറ്റുകൾക്ക് ഏകദേശം 15% വർധനവ് ഉണ്ടാകുമ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള ബ്രാൻഡഡ് കിങ് സൈസ് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് വൻ തുക അധികമായി നൽകേണ്ടി വരും. പുതിയ നിയമപ്രകാരം 1000 സിഗരറ്റുകൾക്ക് 2050 രൂപയിൽ ആരംഭിച്ച് 8500 രൂപ വരെ എക്സൈസ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ഓരോ സിഗരറ്റിന്റെയും ചില്ലറ വിൽപ്പന വിലയിൽ ഗണ്യമായ മാറ്റം വരുത്തും. ഉദാഹരണത്തിന് 65 mm വരെ നീളമുള്ള ചെറിയ സിഗരറ്റുകൾക്ക് കുറഞ്ഞത് 2 രൂപ 10 പൈസ വർധനവ് ഓരോ സിഗരറ്റിലും ഉണ്ടാകും. 65 mm മുതൽ 70 mm വരെയുള്ള ഇടത്തരം സിഗരറ്റുകൾക്ക് 3.60 രൂപ മുതൽ 4 രൂപ വരെ അധിക നികുതിയാണ് ചുമത്തപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ നികുതി ബാധകമാകുന്നത് 70 mm മുതൽ 75 mm വരെയുള്ള സിഗരറ്റുകൾക്കാണ്. ഇവയ്ക്ക് ഓരോന്നിനും 5.40 രൂപയിലധികം നികുതിയിൽ മാത്രം നൽകേണ്ടി വരുമെന്നാണ് പുകവലിക്കാരുടെ പോക്കറ്റ് ചോർത്തുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയിലെ നികുതി ഘടനയിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റമാണ് സിഗരറ്റ് വില വർധനവിന് പിന്നിലെ പ്രധാന കാരണം. ഇതുവരെ സിഗരറ്റിന് മേൽ 28% GST മാത്രമായിരുന്നു ഈടാക്കിയിരുന്നത്. ഇതിനു പുറമെ GST, നഷ്ടപരിഹാര സെസ്, ദേശീയ ദുരന്ത നിവാരണ സെസ്, എക്സൈസ് തീരുവ എന്നിവ വെവ്വേറെ ചുമത്തിയിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരം അനുസരിച്ച് GST, നഷ്ടപരിഹാര സെസ് പൂർണ്ണമായും ഒഴിവാക്കുകയും അതിനു പകരമായി അടിസ്ഥാന GST നിരക്ക് 28% നിന്ന് 40% ഉയർത്തുകയും ചെയ്തു. ഈ വർധനവിന് പുറമെയാണ് എക്സൈസ് തീരുവയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയത്. നികുതി ഘടന ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ആത്യന്തികമായി ഉപഭോക്താവിന് മേൽ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇത് അടിച്ചേൽപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരം ഒരു പുകയില ഉൽപ്പന്നത്തിന്റെ വിൽപ്പന വിലയുടെ ഭൂരിഭാഗവും നികുതിയായിരിക്കണം എന്ന നയമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. സിഗരറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ നികുതി വർധനവ് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വില വർദ്ധിക്കുന്നതോടെ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് വിപണി നിക്ഷേപകർ വിലയിരുത്തുന്നു. എന്നാൽ സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ ഉപഭോക്താക്കൾ പെട്ടെന്ന് പിന്മാറാൻ സാധ്യതയില്ലാത്തതിനാൽ സർക്കാരിന് നികുതി വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകാനാണ് സാധ്യത. ഓരോ വർഷവും ബജറ്റിനോട് അനുബന്ധിച്ചോ അല്ലാതെ ഉണ്ടാകുന്ന നികുതി വർധനവ് ഇത്തവണ വളരെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടത് വിപണിയിൽ മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്യുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. പല കടകളിലും സിഗരറ്റ് ലഭ്യത കുറഞ്ഞതായും പൂഴ്ത്തിവെപ്പ് നടക്കുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. പുതിയ വില നിലവാരം പ്രാബല്യത്തിൽ വരുന്നതോടെ പഴയ സ്റ്റോക്കുകൾ പുതിയ വിലയ്ക്ക് വിൽക്കാനുള്ള ശ്രമങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആരോഗ്യപരമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നികുതി വർധന വഴി സിഗരറ്റ് ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ പക്ഷം. ഉയർന്ന വില നൽകേണ്ടി വരുന്നത് യുവാക്കളെയും കുറഞ്ഞ വരുമാനക്കാരെയും ഈ ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിച്ചേക്കാം. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന പുകയില ഉപയോഗം നിയന്ത്രിക്കാൻ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണെന്നും സർക്കാർ കരുതുന്നു. എന്നാൽ മറുഭാഗത്ത് നിയമപരമായ സിഗരറ്റുകളുടെ വില വർദ്ധിക്കുന്നത് വ്യാജ സിഗരറ്റുകളുടെയും അനധികൃത കടത്തുകളുടെയും വർധനവിന് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് നികുതി വെട്ടിച്ചെത്തുന്ന സിഗരറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ ലഭ്യമായാൽ അത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളെ തകിടം മറിക്കും. നാളെ മുതൽ സിഗരറ്റ് കടകളിൽ പുതിയ വില വിവര പട്ടികകൾ പ്രത്യക്ഷപ്പെടും. പ്രമുഖ കമ്പനികളായ ITC, ഗോഡ്ഫ്രേ, ഫിലിപ്സ് തുടങ്ങിയവർ തങ്ങളുടെ വിവിധ ബ്രാൻഡുകളുടെ പുതിയ വില ഉടൻ തന്നെ വിതരണക്കാരെ അറിയിക്കും. സിഗരറ്റ് വിപണിയിലെ ഈ മാറ്റം പുകയില കർഷകരെയും ചെറിയ പെട്ടിക്കടക്കാരെയും എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഉയർന്ന നികുതി നിരക്കുകൾ നിലവിൽ വരുന്നതോടെ ഇന്ത്യ ലോകത്തിലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറും. ഈ പരിഷ്കാരം വഴി ലഭിക്കുന്ന അധിക വരുമാനം ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ നാളെ മുതൽ പുകവലിക്കാർ തങ്ങളുടെ ശീലത്തിന് വലിയൊരു തുക നീക്കിവെക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്.